നമസ്കാരം. ഭാരതത്തിലെ ഏറ്റവും പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ ഗുരുവായൂരിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും വിചാരിച്ച സമയത്ത് നമുക്കവിടെ എത്താനോ ഭഗവാനെ ഒന്ന് കാണാനോ സാധിക്കാറില്ല. ഭഗവാന്റെ വിളി വരാതെ ഗുരുവായൂരിൽ പോകാൻ കഴിയില്ല എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. അഹങ്കാരമില്ലാതെ തികഞ്ഞ ഭക്തിയോടെ കാത്തു നിൽക്കുന്നവൻ്റെ മുന്നിൽ മാത്രമേ ആ മായക്കണ്ണൻ പ്രത്യക്ഷപ്പെടാറുള്ളൂ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. വീഡിയോയുടെ അവസാനം ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കാതെ അറിയാതെ നിങ്ങൾ ഗുരുവായൂരിലേക്ക് പോകരുത്. ഗുരുവായൂരപ്പനെ ദർശിക്കാൻ എത്തുമ്പോൾ വെറുതെ വരി നിൽക്കുകയല്ല വേണ്ടത്. മനസ്സിനെ ശുദ്ധമാക്കി നാമജപത്തോടെ വേണം കാത്തു നിൽക്കാൻ. പുലർച്ചെയുള്ള നിർമാല്യ ദർശനം തൊട്ട് രാത്രിയിലെ തൃപ്പുക വരെ ഓരോ ചടങ്ങും ഓരോ അനുഭവമാണ്. വാകച്ചാർത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ ആ വിശ്വരൂപം കാണുമ്പോൾ കിട്ടുന്ന സമാധാനം വാക്കുകൾക്കും അപ്പുറമാണ്. കുടപ്പള്ളി നമ്പൂതിരിമാരുടെ പൂജയും മേൽപ്പത്തൂരിൻ്റെ നാരായണീയവും പൂന്താനത്തിൻ്റെ ഭക്തിയും നിറഞ്ഞ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകും. വഴിപാടുകൾ നേരുന്നതിനേക്കാൾ വലിയ വഴിപാടാണ് ആ കണ്ണനെ ഒന്ന് കൺകുളിർക്കെ കാണുക എന്നത്. ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ മഞ്ജുളാലിൻ്റെ തണലിൽ അല്പനേരം ഇരുന്ന് ആ പഴയ ചരിത്രങ്ങളും ആനക്കോട്ടയിലെ വിശേഷങ്ങളും ഓർക്കുന്നത് മനസ്സിൽ എന്നും മായാത്ത ഒരു ഓർമ്മയായിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര വൈകിയാലും ആ സന്നിധിയിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുന്നത് വലിയൊരു നിയോഗമാണ്. നിങ്ങളും ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കുക. ഉറപ്പായും ആ കണ്ണൻ നിങ്ങളെ വിളിച്ചിരിക്കും. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും എത്ര ഒരുങ്ങിയാലും ആ ഭഗവാൻ വിചാരിക്കാതെ ആ നാലമ്പലത്തിനുള്ളിലേക്ക് ഒരു ചുവട് പോലും വെക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് സത്യം. ചിലപ്പോൾ നമ്മൾ ദർശനത്തിന് തൊട്ടടുത്ത് വരെ എത്തും. പക്ഷേ എന്തെങ്കിലും ഒരു കാരണത്താൽ ആ ദർശനം മുടങ്ങിപ്പോകും. എന്നാൽ മറ്റു ചിലപ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരിക്കുമ്പോൾ എവിടെ നിന്നല്ലാതെ ഒരു വിളി വരികയും നമ്മൾ ആ കണ്ണൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയും ചെയ്യും. ഓരോ ഭക്തൻ്റെയും ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ നൽകുന്ന പരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ക്ഷമയെയും ഭക്തിയെയും അളക്കുന്ന ആ കാത്തിരിപ്പിനൊടുവിൽ സോപാനത്തിന് മുന്നിൽ ആ ചതുർബാഹു രൂപം തെളിഞ്ഞു വരുമ്പോൾ അതുവരെ സഹിച്ച വെയിലും തിരക്കും കാത്തുനിൽപ്പും എല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നുപോകും. സൗഭർണികയിലെ സ്നാനം കഴിഞ്ഞ് മൂകാംബിക അമ്മയെ തൊഴുതു നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മീയമായ കുളിർമ പോലെ തന്നെയാണ് പുലർച്ചെ വാകച്ചാർത്ത് കഴിഞ്ഞു നിൽക്കുന്ന കണ്ണനെ കാണുമ്പോഴുള്ള ആ ഒരു അനുഭവം. അത് വാക്കുകൾക്ക് കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ദർശനം കിട്ടാത്തതെന്ന്. അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ മനസ്സ് എപ്പോൾ പൂർണ്ണമായും ഭഗവാനിലേക്ക് അർപ്പിക്കുന്നുവോ, എപ്പോൾ നമ്മൾ ആ തിരക്കിനെയും തടസ്സങ്ങളിനെയും പുഞ്ചിരിയോടെ നേരിടാൻ പഠിക്കുന്നുവോ, അന്ന് ആ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. അതുകൊണ്ട് ദർശനം വൈകുന്നു എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല. പ്രാർത്ഥനയിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, ഉള്ളിൽ ആ ഉണ്ണിക്കണ്ണനോടുള്ള സ്നേഹം കുന്നോളമുണ്ടെങ്കിൽ, വൈകിയാണെങ്കിലും ആ വിളി നമ്മളെ തേടി വരും. ആ നിമിഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമായി മാറുകയും ചെയ്യും. അതാണ് സത്യം. അതുതന്നെയാണ് പരമാർത്ഥം. മനസ്സിന് വല്ലാത്തൊരു ഭാരവും പേടിയും തോന്നുമ്പോൾ നമ്മൾ ഓടിയെത്തുന്ന ഒരിടമാണ്. വരി നിൽക്കുമ്പോഴുള്ള തിരക്കും മുഷിപ്പും ഒക്കെ കഴിഞ്ഞ് ആ നാലമ്പലത്തിന് മുന്നിലെത്തുമ്പോൾ ആ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ഉള്ളിലൊരു കുളിർമയാണ്. അതെ, നമ്മളിന്ന് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലാണ്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി മനസ്സിന് ശാന്തി തേടിയുള്ള യാത്ര. കാതുകളിൽ നാരായണ മന്ത്രവും കണ്ണുകളിൽ ആ നീലവർണ്ണൻ്റെ പുഞ്ചിരിയും മാത്രം. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ഇവിടം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വേറെ തന്നെയാണ്. ഭൂലോക വൈകുണ്ഠം ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കൃഷ്ണക്ഷേത്രമാണ് ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്നാണ് ഈ പുണ്യഭൂമി അറിയപ്പെടുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. പാതാള അഞ്ജനശിലയിൽ തീർത്ത ഈ വിഗ്രഹത്തിൽ ചതുർബാഹുവായ വിഷ്ണു ഭഗവാൻ ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ ധരിച്ചിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ജനിച്ച സമയത്ത് വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ അതേ രൂപമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിൽ ദ്വാരക കടലിൽ മുങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ ബൃഹസ്പതിയും വായുദേവനും കൂടി ആ മഹാവിഷ്ണു വിഗ്രഹം സംരക്ഷിക്കാനായി കൊണ്ടുവന്നു. അവർ കേരളത്തിലെത്തിയ
എത്തിയപ്പോൾ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും സാന്നിധ്യമുള്ള ഈ സ്ഥലം കണ്ടെത്തുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഇടമായതുകൊണ്ട് ഇവിടം ഗുരുവായൂർ എന്ന് അറിയപ്പെട്ടു. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് നിർമ്മാല്യ ദർശനം. പുലർച്ചെ 3 മണിക്ക് ഭഗവാനെ പള്ളി ഉണർത്തുന്ന ഈ ചടങ്ങ് കാണാൻ വലിയ തിരക്കായിരിക്കും. പിന്നീടുള്ള പ്രധാന ചടങ്ങുകളിലൊന്നാണ് തുലാഭാരം. സ്വന്തം ശരീരഭാരത്തിന് തുല്യമായി വഴിപാടുകൾ സമർപ്പിക്കുന്ന പ്രധാന ചടങ്ങാണിത്. പഴം, ശർക്കര, താമരപ്പൂവ് തുടങ്ങിയവ കൊണ്ടുള്ള തുലാഭാരം. പിന്നീടുള്ളതാണ് പ്രസാദയൂട്ട്. ഭഗവാന്റെ പ്രസാദമായി നൽകുന്ന ഉച്ചഭക്ഷണം വളരെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിന് സമീപമായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ആനക്കോട്ട ലോക പ്രശസ്തമാണ്. ഭഗവാന് കാഴ്ചയായി ലഭിച്ച 50ഓളം ആനകളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഗജരത്നം ഗുരുവായൂർ കേശവൻ്റെ കഥയില്ലാതെ ഗുരുവായൂർ ചരിത്രം പൂർണ്ണമാകില്ല. ആനക്കോട്ട അഥവാ പുന്നത്തൂർ കോട്ട എന്നാണ് അത് അറിയപ്പെടുന്നത്. ഗുരുവായൂർ ദർശനത്തിനായി നിങ്ങൾ വരുമ്പോൾ തീർച്ചയായും അവിടേക്കും കൂടി ഒന്ന് സന്ദർശിക്കാനായി ശ്രമിക്കുക കേട്ടോ. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നമ്മൾ സമ്പൂർണ്ണമാക്കണമെങ്കിൽ നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിനടുത്തൂടെ തന്നെ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക്. ഭഗവാൻ മഹാദേവൻ്റെ ദർശനവും കൂടി നമ്മൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് മേടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഗുരുവായൂർ ദർശനം സമ്പൂർണ്ണമാകുന്നത്. ഇത് ഒരുവിധപ്പെട്ട ഉള്ള എല്ലാ ഗുരുവായൂർ ഭക്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൽ വിഷമിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. എന്നിരുന്നാൽ ഇപ്പോൾ ഈ കേട്ട നിമിഷം തൊട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഗുരുവായൂർ ദർശനത്തിനായി പോകുമ്പോൾ തീർച്ചയായും മമ്മിയൂരപ്പൻ്റെ സന്നിധിയിലെത്തി ഭഗവാൻ മഹാദേവനോട് ഈ തിരുസന്നിധിയിലെത്താൻ സാധിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മളവിടുന്ന് യാത്ര മടങ്ങാനായിട്ട്. വീണ്ടും വീണ്ടും നമ്മളെ ആ ഉണ്ണിക്കണ്ണൻ തീർച്ചയായും ഗുരുവായൂരിലേക്ക് വിളിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിവില്ലായ്മയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. വേറെ ഒന്നുമല്ല കേട്ടോ. അതൊരു തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇതുവരെയും വിചാരിച്ചിട്ട്. അവരിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മമ്മിയൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ദർശനം നടത്താനായി പോവേണ്ടതാണ്. ഇപ്പം മമ്മിയൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വിളക്കെണ്ണ, നമ്മുടെ കയ്യിലുള്ള ഒരു വിളക്കെണ്ണ, നമ്മൾ എവിടുന്നോ മേടിക്കുന്ന, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ആയിക്കോട്ടെ, കടയിൽ നിന്നായിക്കോട്ടെ, വിളക്കെണ്ണയൊക്കെ നമുക്ക് അവിടെ വിളക്കിലൊഴിക്കാം. നമുക്ക് എന്തും ചെയ്യാം. ഗുരുവായൂരിലേ ഉള്ളൂ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റാതെ. നിങ്ങൾക്ക് പകരം ഭഗവാൻ മഹാദേവൻ്റെ സന്നിധിയിൽ ആ എണ്ണ ഒഴിക്കുന്നതിൻ്റെ, നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ കൊടുക്കുന്ന എണ്ണ ഒഴിക്കുന്നതിനെക്കാട്ടി 100 മടങ്ങ് ഗുരുവായൂരപ്പൻ സന്തോഷവാനായിരിക്കും. നിങ്ങൾ എണ്ണയോ തിരിയോ അങ്ങനെ എന്തെങ്കിലും ഭഗവാന് മഹാദേവൻ്റെ സന്നിധിയിലെത്തി മമ്മിയൂരപ്പന് നേരിട്ട് നിങ്ങൾ കൊടുക്കുമല്ലോ, വഴിപാടായി നേരുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഭഗവാന് വേണ്ടി സമർപ്പിക്കുമല്ലോ, അത്രയും സന്തോഷവാനാവും നമ്മുടെ ഗുരുവായൂരപ്പൻ. അതിലൊരു സംശയമില്ല. ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെയൊക്കെ കുറേ വിശ്വാസങ്ങളുടെയും ചരിത്രങ്ങളുടെയും രീതിയിൽ പല കാര്യങ്ങളും ഞാൻ നിങ്ങളടുത്ത് പറയാതെ പോകുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളാണ്. അത് ഞാൻ പറയാതെ പോകുന്നത് ഓരോരുത്തർക്കും ഓരോ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളായി സ്വയം തോന്നേണ്ട കാര്യങ്ങളാണ്. ഈ ദൈവവിശ്വാസമാണെങ്കിലും ദൈവത്തിലേക്ക് അടുക്കുമ്പോഴുള്ള ആത്മീയമായ പ്രവൃത്തികളാണെങ്കിലും എന്തും. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നിങ്ങളെല്ലാവരെയും എത്തിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിലാണ് ദർശനം നടത്തേണ്ടത് എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ലക്ഷ്യവും അല്ലെങ്കിൽ എൻ്റെ ഒരു ധർമ്മമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചാനലിൽ മൂകാംബിക, തിരുപ്പതി, പഴനി, അങ്ങനെ ഗുരുവായൂർ പോലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്ക് എങ്ങനെ പോയി വരാം, എങ്ങനെ ദർശനം സമ്പൂർണ്ണമാക്കി വരാം എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഗുരുവായൂരിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും നല്ല വഴി ചിലവ് ചുരുക്കിക്കൊണ്ട് പോയി വരാൻ അത് ട്രെയിൻ മാർഗം തന്നെയാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി പോകാനും ഡയറക്റ്റ് ഗുരുവായൂരിലേക്ക് ട്രെയിനുണ്ട്. ആലപ്പുഴ വഴി പോകാനും ഡയറക്റ്റ് ഗുരുവായൂരിലേക്ക് പോകാൻ ട്രെയിനുണ്ട്. ഇതിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ നമ്മുടെ ഈ കൊച്ചു ചാനലിൽ ചെയ്തിട്ടുമുണ്ട് ധാരാളം വീഡിയോസ്. ആകെ ഒരു പ്രശ്നം മലബാർ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് വണ്ടിയില്ല എന്നുള്ളതാണ്. എന്നാൽ മലബാറുള്ളവർക്ക് രാത്രി പോകുന്ന മാവേലി എക്സ്പ്രസ് പിടിച്ച് നേരെ തൃശ്ശൂർ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ആലപ്പുഴ വഴി വരുന്ന ഗുരുവായൂർ വണ്ടിയോ അല്ലെങ്കിൽ കോട്ടയം വഴി വരുന്ന ഗുരുവായൂർ വണ്ടിയോ തൃശ്ശൂർ വെച്ച് അടിപൊളിയായിട്ട് പിടിക്കാവുന്നതാണ്. അങ്ങനെ പിടിച്ച് നിങ്ങൾക്കും ഗുരുവായൂരിലേക്ക് എത്താവുന്നതാണ്. തിരിച്ചുള്ള യാത്രയും ഇതേ കണക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അതിനെ പറ്റിയിട്ട് ഞാൻ മലബാർ ഭാഗത്തേക്കുള്ളവരെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഗുരുവായൂരിലേക്ക് എങ്ങനെ ട്രെയിനിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് വിശദീകരിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം. അതെന്തായാലും മലബാർ ഭാഗത്തുള്ളവർക്ക് ഉപകാരപ്രദമാവും. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. മലബാർ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ്
കണക്ട് ചെയ്ത് ഗുരുവായൂരിലേക്ക് ഒരു ട്രെയിൻ വരുമെന്നുള്ളത് നമുക്കത് കണ്ട് കാത്തിരുന്നറിയാം എങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത്. കാരണം ഇപ്പോൾ പഴനിയിലേക്കൊക്കെ ട്രെയിൻ കൊടുത്തിട്ടുണ്ടെങ്കിലും സമയം അങ്ങോട്ട് ശരിയല്ല, പോയി വരാനുള്ളൊരു സംവിധാനം സ്റ്റിൽ നമുക്ക് മലബാർ ഭാഗത്തുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ഗുരുവായൂർ വണ്ടി ഈ മലബാർ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യും, അതിലൊരു സംശയമില്ല. എന്തായാലും നിലവിൽ ബാക്കി എല്ലാവർക്കും നമുക്ക് സുഖമായിട്ട് ട്രെയിൻ മാർഗ്ഗം ഗുരുവായൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ദർശനം ഇവിടെ കിട്ടുക, ദേവസ്വം കാര്യങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഭഗവാനും അതിന് റോളില്ല. ഫ്രീ ക്യൂ ഉണ്ട്, പിന്നെ 1000 രൂപയുടെ ദർശനമുണ്ട്. 1000 രൂപയൊന്നും നമുക്ക് നടക്കത്തില്ല, നമ്മൾ ഫ്രീ ക്യൂ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ കാത്തു നിന്നേ ഭഗവാനെ കാണാനും ഭഗവാന്റെ അനുഗ്രഹം മേടിക്കാനുള്ള ഭാഗ്യം നമുക്ക്. അതാണ് ഭഗവാന് വേണ്ടി സമയം അങ്ങോട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭഗവാനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളായിരിക്കും പുള്ളിക്കാരൻ്റെ. ഓരോരോ യുഗങ്ങളിലും ഓരോരോ കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത്. എല്ലാം ചെയ്യുന്നത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് മനുഷ്യൻ തന്നെ ഭൂമിയിൽ അത് ചെയ്ത്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുഭവിച്ച് തീർക്കാതെ ഒരു കാലവും മുന്നിലോട്ട് പോകുന്നില്ല എന്നാണ് നമ്മുടെ സനാതനധർമ്മം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. അപ്പോൾ തീർച്ചയായും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തർക്കും, ഇതുവരെ അവിടെ എത്താൻ ആഗ്രഹിച്ചിട്ടും എത്തിപ്പെടാൻ പറ്റാത്തവർക്കും, ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ എത്തിയിട്ട് വീണ്ടും പോകാനായി ആഗ്രഹിക്കുന്നവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് എത്താനും ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് പൂർണ്ണമായ അനുഗ്രഹവും ദർശനവും സംരക്ഷണയും തന്ന് സഹായിക്കാനും, മമ്മിയൂർ മഹാദേവൻ്റെ പൂർണ്ണ അനുഗ്രഹവും ദർശനവും സംരക്ഷണയും തന്ന് സഹായിക്കാനും ഞാനും പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താം. ഗുരുവായൂർ വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ സ്ഥിരം വരാറുണ്ട് ഗുരുവായൂർ. എപ്പോഴൊക്കെ ഗുരുവായൂർ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മമ്മിയൂർ മഹാദേവൻ്റെ സന്നിധിയിൽ കയറി ദർശനം നടത്തി അവിടെ കുറച്ചധികം നേരം ഇരുന്ന് ഇവിടെ എത്താൻ സാധിച്ചതിൽ നന്ദി പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഗുരുവായൂർ യാത്ര തിരിച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതിനെപ്പറ്റി പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പേരിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. ഓം നമ ശിവായ. നമ പാർവതീപതയേ. ഹർ ഹർ മഹാദേവ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.